Hi, welcome to this class. Good morning, students. In this class, we are going to study about second law of thermodynamics. Come to the introduction, first slide. First, you have seen a gas expands to fill the available volume. Have you thought ever before why this happens? A hot body cools to the temperature of its surroundings. A chemical reaction runs in one direction rather than the other. The direction of the change that does not require work to be done to bring the change about is called a spontaneous direction of change. So you see, after learning the second law of thermodynamics, you will understand the reason for all these changes. സെക്കൻഡ് law പഠിക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു ഗ്യാസ് ആ പാത്രത്തിലെ എല്ലാ വോളിയത്തിനുള്ളിൽ അത് ഫില്ല് ചെയ്യുന്നത്, അത് പടർന്ന് അതിലേക്ക് പകരുന്നത് എന്തുകൊണ്ടാണ്? അതിനെ നിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? രണ്ടാമത്, എ ഹോട്ട് ബോഡി കൂൾസ് ടു ദ ടെമ്പറേച്ചർ ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ്സ്. ചൂടുള്ള ഒരു ഗ്ലാസ്സിലെ വെള്ളം അത് തണുത്ത് ആ സറൗണ്ടിങ് ചുറ്റുപാടിലെ ടെമ്പറേച്ചറിലേക്ക് ഈക്വൽ ആകാൻ ശ്രമിക്കുന്നത്, തണുക്കുന്നത് എന്തുകൊണ്ടാണ്? A chemical reaction runs in one direction rather than other. എപ്പോഴും ഒരു രാസപ്രവർത്തനം ഒരു ദിശയിൽ മാത്രം നടക്കുകയും മറ്റൊരു തിരിഞ്ഞ ദിശയിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല? The direction of change that does not require work to be done to bring the change is called spontaneous direction of change. അതായത് ഒരു മാറ്റത്തിൻ്റെ ദിശ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോലി ആവശ്യമില്ലാതെ ഒരു ആകണമെങ്കിൽ ആ മാറ്റത്തിൻ്റെ ദിശയാണ് സ്പോണ്ടേനിയസ് ഡയറക്ഷൻ ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. Internal energy lets us access whether a change is permissible. Only those changes occurs for which the internal energy of an isolated system remains constant. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കുകയും അങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ചേഞ്ചുകളാണ് പെർമിസിബിൾ ചേഞ്ചസ് എന്ന് പറയുന്നത്. നൗ, ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുന്നതിലേക്ക് ഇൻറ്റേർണൽ എനർജിക്ക് എന്താണ് കാര്യം എന്ന് നോക്കാം. നമ്മൾ ഇവിടെ രണ്ട് റെക്റ്റാങ്കിൾ കാണുന്നുണ്ട്. ചെറിയ റെക്റ്റാങ്കിളാണ് സിസ്റ്റം, വലിയ റെക്റ്റാങ്കിളാണ് സറൗണ്ടിങ്സ്. ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയുന്നു, സറൗണ്ടിങ്സിൻ്റെ എനർജി പോസിറ്റീവാണ്. സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി നെഗറ്റീവാണ്, സറൗണ്ടിങ്സിൻ്റെ എനർജി പോസിറ്റീവാണ്. പെർഫെക്റ്റ് ഗ്യാസ് എക്സ്പാൻഡ്സ് സ്പോണ്ടേനിയസ്ലി ഇൻ ടു വാക്വം. ഒരു ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അത് വാക്വത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇസ് 0. ഇനി വേറൊരു ഉദാഹരണം നോക്കാം. ഒരു ചൂടുള്ള ഒരു ഹോട്ട് സോഴ്സ് ഉണ്ട്, അതിലേക്ക് ഒരു എൻജിനുണ്ട്, അതിൽ നിന്നും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നു, എൻജിനിലേക്ക് എത്തുമ്പോൾ അത് വർക്കായി മാറുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് തിരിച്ച് ഓട്ടോമാറ്റിക്കലി നടക്കാത്തത്? സ്പോണ്ടേനിയസ്ലി ഹോട്ട് സോഴ്സിൽ നിന്നും എൻജിനിലേക്ക്, ലോ ടെമ്പറേച്ചറിലുള്ള എൻജിനിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുകയും വർക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. അതിന് കാരണമാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, no process is possible in which the sole result is the absorption of heat from a reservoir and its complete conversion into work. No process is possible. ഒരു പ്രോസസ്സും നടക്കുകയില്ല. No process, ഒരു പ്രക്രിയ നടക്കുകയില്ല. ഇൻ വിച്ച് ദ സോൾ റിസൾട്ട്, അതിൻ്റെ അവസാന ഫലം, അബ്സോർപ്ഷൻ ഓഫ് ഹീറ്റ് ഫ്രം എ റിസർവോയർ. റിസർവോയർ എന്ന് പറയുന്നത് ഒരു ഹീറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഹീറ്റ് ടെമ്പറേച്ചറുള്ള ഒരു സ്ഥലമാണ് റിസർവോയർ. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ് കൺവേർഷൻ ഇൻ ടു വർക്ക്. ആ ഹീറ്റിനെ, ഒരു റിസർവോയറിൽ നിന്നും ഹീറ്റിനെ നമ്മൾ ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്തതിന് ശേഷം
അതിനെ 100% കംപ്ലീറ്റ് ആയിട്ട് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾക്ക് സാധിക്കുന്ന ഒരു പ്രോസസ്സും പോസിബിൾ അല്ല, നടക്കുകയില്ല, സാധ്യമല്ല. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. എന്താണെന്ന് കാരണമെന്ന് നോക്കാം. എൻട്രോപ്പി എന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ എൻട്രോപ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ലോയെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആദ്യമായി എൻട്രോപ്പി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് റാൻഡംനെസ് അല്ലെങ്കിൽ കാവോസ്നെസ്. Total entropy of the system and its surroundings increases in the course of a spontaneous change. ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ ആദ്യം മുകളിൽ കാണുന്ന ഒരു കണ്ടെയ്നറിൽ നിന്നും രണ്ടാമത്തെ താഴത്തെ കണ്ടെയ്നറിലേക്ക് വരുമ്പോൾ ആ ഗ്യാസ് സ്പ്രെഡ് ചെയ്യുന്നു, ഫിൽ ചെയ്യുന്നു. അപ്പോൾ എൻട്രോപ്പി ഓഫ് ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ്സ് ഇൻക്രീസസ് ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ. അതേസമയത്ത് രണ്ടാമത്തെ താഴെ ഇരിക്കുന്ന കണ്ടെയ്നറിലെ ചിതറിയിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് മുകളിലത്തേതിലേക്ക് മാറി ഒരു സ്ഥലത്തേക്ക് ഫിൽ ചെയ്യാതെ കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഫിൽ ചെയ്യുമ്പോൾ എൻട്രോപ്പി കുറയുന്നു. അപ്പോൾ നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സാണ് സംഭവിച്ചത്, അവിടെ എൻട്രോപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ എൻട്രോപ്പി കൂടുകയും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കുമ്പോൾ എൻട്രോപ്പി കുറയുകയും ചെയ്യുന്നു. സോ വാട്ട് ഈസ് ദ അക്കൗണ്ട് ഫോർ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി? What happens? An increase in entropy accounts for the irreversibility of natural processes. അതായത് പ്രകൃതിയിൽ നടക്കുന്ന പല പ്രക്രിയകളുടെയും ഇർറിവേഴ്സിബിലിറ്റി, അതായത് മുമ്പോട്ട് നടന്നെങ്കിൽ തിരിച്ച് ബാക്കിലേക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയെയാണ് ഇർറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ആരോ ഓഫ് ടൈം, സമയത്തിൻ്റെ വില്ലെന്നും പറയാം. അതിന് കാരണം ഈ എൻട്രോപ്പിയുടെ വർധനവാണ് അതിന് കാരണം എന്ന് പറയുന്നത്. The second law was an empirical finding that was accepted as an axiom of thermodynamic theory. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന ശാസ്ത്രശാഖ എന്ത് സംഭവിക്കുന്നു? ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു ഇൻ ടേംസ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ലാർജ് അസംബ്ലീസ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. എന്താണ് സെക്കൻഡ് ലോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ലോ എന്താണ് പറഞ്ഞത്? അക്കോർഡിംഗ് ടു സെക്കൻഡ് ലോ, there is no process is possible in which a system absorbs heat from the reservoir and it completely converts that heat into work is not possible. ഇതിൽ നിന്ന് നമ്മൾ എൻട്രോപ്പി എന്ന് പറയുന്നതിന് ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം, തെർമോഡൈനാമിക് സിസ്റ്റം ആയി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻട്രോപ്പി പ്രെഡിക്ട്സ് ദ ഡയറക്ഷൻ ഓഫ് സ്പോണ്ടേനിയസ് പ്രോസസ്സ്. ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് നടക്കണമെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും എന്നുള്ളത് എൻട്രോപ്പിയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഡിറ്റർമിൻസ് വെദർ ദേ ആർ ഇർറിവേഴ്സിബിൾ ഓർ ഇമ്പോസിബിൾ. എന്നിട്ട് തീരുമാനിക്കും വെദർ അത് ഇർറിവേഴ്സിബിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ സംഭവിക്കാത്ത പ്രോസസ്സായിരിക്കുമോ, ഡിസ്പൈറ്റ് ഒബേയിങ് ദ റിക്വയർമെൻറ്റ് ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് കൺസർവേഷൻ ഓഫ് എനർജിക്ക് ആവശ്യമായി ആണോ അല്ലെങ്കിൽ പോലും ഇത് നമ്മൾക്ക് എൻട്രോപ്പിയാണ് തീരുമാനിക്കുക, വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് du സമം dq, the total heat is equal to the change in the energy plus the work done. ഇനി എങ്ങനെയാണ് സെക്കൻഡ് ലോ മേ ബി ഫോർമുലേറ്റഡ് ഉണ്ടാകാനുള്ള കാരണം എന്ത് ഒബ്സർവ് ചെയ്തിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ എൻട്രോപ്പി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ലെഫ്റ്റ് ടു സ്പോണ്ടേനിയസ് എവല്യൂഷൻ കനോട്ട് ഡിക്രീസ് as they always arrive at a state of thermodynamic equilibrium. സോ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ്, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ സ്പോണ്ടേനിയസ് പ്രോസസ്സും അതിൻ്റെ എൻട്രോപ്പി എന്ന് പറയുന്നത് കനോട്ട് ഡിക്രീസ്, കുറയാൻ പറ്റില്ല. ആസ് ദേ ഓൾവേസ് അറൈവ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക്. സാധാരണ ഈ പ്രോസസ്സ് നടന്നതിന് ശേഷം ഒരു ഇക്വിലിബ്രിയത്തിലേക്കാണ് പോകുന്നത്, വേർ ദ എൻട്രോപ്പി ഈസ് ഹയസ്റ്റ്. എൻട്രോപ്പി ഹയസ്റ്റ് ആയി ഇക്വിലിബ്രിയം പ്രോസസ്സിൽ. If all processes in the system are reversible, the entropy is constant.
ലോകത്തുള്ള എല്ലാ പ്രോസസ്സുകളും റിവേഴ്സിബിൾ ആണെങ്കിൽ ഈ യൂണിവേഴ്സിലെ എൻട്രോപ്പി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. കാരണം ഇറിവേഴ്സിബിൾ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ലോ എന്താണ് പ്രൊവൈഡ് ചെയ്തെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ലോയിൽ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കി? ഇറ്റ് ഡിഫൈൻസ് ദ ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം ആൻഡ് എക്സ്പ്രസസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്. രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് ലോ നമുക്ക് നൽകി തന്നത്. ഒന്ന്, ഒരു ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. രണ്ട്, ഒരു തെർമോഡൈനാമിക് സ്റ്റേറ്റിൻ്റെ കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എങ്ങനെ പറയാൻ സാധിക്കും. പക്ഷേ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്തിനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ സെക്കൻഡ് ലോ ഇസ് കൺസേൺഡ് വിത്ത് ദ ഡയറക്ഷൻ ഓഫ് നാച്ചുറൽ പ്രോസസ്. ഇറ്റ് അസേർട്സ് ദാറ്റ് എ നാച്ചുറൽ പ്രോസസ് റൺസ് ഓൺലി ഇൻ വൺ സെൻസ് ആൻഡ് നോട്ട് റിവേഴ്സിബിൾ. ആ സെക്കൻഡ് ലോ അനുസരിച്ച് ഒരു നാച്ചുറൽ പ്രോസസ്സ് എപ്പോഴും ഒരു ഡയറക്ഷനിലേക്കും ഇറിവേഴ്സിബിൾ ആയിട്ട് മാത്രമേ നടക്കുകയുള്ളൂ, അത് തിരിച്ച് ബാക്കിലേക്ക് നടക്കുകയില്ല എന്നുള്ള കാര്യം സെക്കൻഡ് ലോയിൽ നിന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു നാച്ചുറൽ പ്രോസസ്സ് നടക്കാനുള്ള ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നതാണ് സെക്കൻഡ് ലോ. ഫോർ എക്സാമ്പിൾ, when a path for conduction and radiation is made available, heat always flow spontaneously from a hot to a colder body. അപ്പോൾ ഒരു കണ്ടക്ഷനും റേഡിയേഷനും അവൈലബിൾ ആണെങ്കിൽ heat always flows spontaneously from a hotter to colder body. അപ്പോൾ ഏത് കണ്ടക്ഷനും റേഡിയേഷനും അവൈലബിൾ ആണെങ്കിൽ എപ്പോഴും ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് സ്പോണ്ടേനിയസ്ലി എപ്പോഴും ഹോട്ടർ ടു കോൾഡർ ബോഡി ആയിരിക്കും. ഇങ്ങനെയുള്ള സംഭവം നടക്കുന്നതിന് എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻട്രോപ്പിയുടെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്. If an isolated system is held initially in an internal thermodynamic equilibrium by internal partitioning impermeable walls, and then some operation makes the walls more permeable, then the system spontaneously evolves to reach a final new internal thermodynamic equilibrium, and its total entropy increases. പക്ഷേ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിനുള്ളിൽ തന്നെ ഒരു തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ളിലിരിക്കുന്ന ഇൻറ്റേർണൽ വാൾസ് ഇംപെർമിയബിൾ ആയ വാൾസിനെ പെർമിയബിൾ വാൾസ് ആക്കി മാറ്റിയാൽ അവിടെയും അതിനുള്ളിൽ തന്നെയും ഈ സിസ്റ്റം ഒരു ചേഞ്ച് ഉണ്ടാവുകയും വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയും എൻട്രോപ്പി കൂടുന്ന ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഏതൊരു പ്രോസസ്സ് നടന്നാലും ഒരു പ്രോസസ്സ് നടക്കാനുള്ള പാത്ത് നമ്മൾ അവൈലബിൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ ഒരു ചേഞ്ച് ഉണ്ടാവുകയും ഹീറ്റ് ഫ്ലോ സംഭവിക്കുകയും ആ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കുകയും, ഉദാഹരണം പറഞ്ഞാൽ ഒരു ഹോട്ട് ബോഡിയിൽ നിന്നും കോൾഡർ ബോഡിയിലേക്ക് ഹീറ്റ് ഫ്ലോ ചെയ്യുകയും അങ്ങനെ ഒരു എൻട്രോപ്പി ഇൻക്രീസ് ആവുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നാച്ചുറലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് എൻട്രോപ്പി ചേഞ്ചിൻ്റെ വാല്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the ratio of the change in heat divided by the transfer of heat, the amount of heat transfer divided by the temperature of the system in equilibrium and the surroundings which supply the heat. Different notations are used for infinitesimal amounts of heat and infinitesimal amount of entropy, because entropy is a function of state while heat like work is not, for actually possible infinitesimal process without exchange of mass with the surroundings. The second law requires that the increment in a system entropy fulfills the inequality. അപ്പം ചുരുക്കി പറഞ്ഞാൽ എൻട്രോപ്പിയുടെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ this change in entropy of a system is defined by the change in heat of the system, that is the heat transferred to the system divided by the temperature of that system in equilibrium. So this is for a closed system and it is for an ideally reversible process. For an irreversible process, the entropy is always greater, so it will be the change in heat divided by the temperature of the surroundings. So the entropy of an irreversible process increases, is greater than delta Q by T. This is because the general process for this case may include the work done on the system by its surroundings,
like viscous effects, frictional forces, chemical reaction, and all the heat transfer occurs only irreversibly. So that means there is a heat flow in one direction only, not in a backward direction. So there is a finite difference between the temperature of the system and the temperature of the surroundings. So that is the case of a irreversible process. So if I am taking about a quasi-static process, then the entropy is given by ds is equal to delta q by t. So because a quasi-static process is a isothermal process or a equilibrium process at every instant, so it is a very slow process. So thus we come to the end of this today's class, that is a second law of thermodynamics. So again we come to the final conclusion slide. You can see here the definition of entropy says dq by t, ds is equal to dq by t. For a spontaneous process, the total entropy is greater than 0. That means the system and the surrounding sum of the system and surrounding entropy is greater than 0, and the system entropy is equal to the system's heat by the temperature. Surrounding entropy is equal to surrounding heat by the temperature.